പിടിച്ചിരുന്നോ ഡേഡബിൾ? എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ആ ഡിസ്ക് കിട്ടിയില്ലെങ്കിൽ പീറ്റർ പാർക്കർ തീർന്നു. ആ സോഫ്റ്റ് ബോൾ മുട്ട പോലെ പുഴുങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ആ കമ്പ്യൂട്ടറിൽ തൊട്ടുപോകരുത്. അവൻ തീർന്നട മോനെ. ഇത്തവണ നിന്നെ ഞാൻ ഇവിടെ രക്ഷിക്കും. പക്ഷെ എങ്ങനെ? പൊക്ക കാരണം വഴി കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിൽ ചിലർ ഈ ലോകത്തെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നെ രക്ഷിച്ചു. ആക്ച്വലി ഞാൻ രക്ഷിക്കുന്നത് പീറ്റർ പാർക്കറിനെയാണ്. എന്ത്? നിനക്ക് ആ ഡിസ്ക് കിട്ടിയില്ലേ? ഓ, ഡിസ്ക് കിട്ടി. ഈ ഡേറ്റാണ് പീറ്റർ പാർക്കറിനെ തേടുക. ഇത് നിങ്ങളുടെ കൂട്ടുകാരനായ മാഡ് മർഡോക്കിന് കൊടുത്തേക്ക്. അവൻ എന്നെ പോലെ എല്ലാത്തിനും കടപ്പെട്ടിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഹേ, നമ്മളൊരു ടീമാണ്. ഇപ്പൊ ഞാനും നീയും ഒരേ ടീം ആയതുകൊണ്ട് ഞാൻ പറയാം ശരിക്കും നമ്മുടെ എതിരാളി ആരാണെന്ന്. അവന്റെ പേരാണ് വിൽസൺ ഫിസ്ക്. ഏതാ? ബിസിനസ്സുകാരനായ കോടീശ്വരനോ? അതൊക്കെ വെറും കെട്ടുകഥകളാ. ഫിസ്ക് ശരിക്കും ഒരു ക്രിമിനൽ മാസ്റ്റർ മൈൻഡാണ്. അവനെ തന്നെ വിളിക്കുന്നത് കിങ് പിൻ എന്നാണ്. വിൽസൺ ഫിസ്കോ? ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഹോബ് ഗോബ്ലിൻ ഇതിന്റെ പുറകെ നടന്നത്. സ്പൈഡർ സെൻസ്. ഫെഡറൽ ഏജന്റ്സ് ഫ്രീസ്. എടാ മോനെ വിട്ടോളാം. നിൽക്ക്, അവിടെ നിൽക്ക്. ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി ഡേറ്റബിളിന് എന്തോ പ്ലാൻ ഉണ്ട്. ഏജന്റ് ജോയ്, എനിക്ക് നിന്നോട് പീറ്റർ പാർക്കറിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. അവനൊരു പാവമാണ്. പിന്നെ നിനക്ക് ഒരിക്കലും അവനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഇച്ചിരി ബിസിയാണ് ഡിറ്റക്റ്റീവ്. മറ്റുള്ളവർ പറയുന്നത് മൈൻഡ് ചെയ്യരുത്. ആ റെഡ് സ്യൂട്ട് ഇട്ടത് ആരാണെന്നറിയോ? ഫിസ്ക് എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആയി? ഈ കേസ് മുഴുവൻ അന്വേഷിക്കാതെ നിങ്ങൾ എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോകുന്നത്? സീരിയസ് ആയിട്ട് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ഇനി ആ പീറ്ററിനെ ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ തീരുമാനിക്കുന്നത് ഞാനാ, നീയല്ല. അതുകൊണ്ട് മിണ്ടാതിരുന്നേലും എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും.